ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ചോറ്റാനിക്കരുന്ന് വഴിതെറ്റി ഞങ്ങൾ മുരുകൻ്റെ അമ്പലത്തിൽ പോയ കഥയാണ് ഇന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ചെറിയ വിഷമമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കാറിന് പണി കിട്ടിയെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ വഴുതി മുരുകൻ്റെ അവിടേക്ക് തറയപ്പോൾ ഞങ്ങൾ കാറിൻ്റെ പണിയൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഞങ്ങൾ വഴിതെറ്റി വിട്ടത് നന്നായി തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ മുരുകൻ്റെ അമ്പലത്തിലേക്ക് വന്നത്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരുള്ള ആൾക്കാരൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നത് ടൂറിസ്റ്റേഴ്സ്, അതായത് അതർ കൺട്രീസ്, മലപ്പുറം ആ ജില്ലയിൽ നിന്ന് വരുന്നവരാണ് കൂടുതൽ തോന്നും. വേറെ ജില്ലക്കാരാണ് എനിക്കിവിടെ കൂടുതൽ തോന്നിയത്. കാരണം അവർ ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണ് വന്നത്. തൃശ്ശൂരുകാർ പോകാറുണ്ട്, കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പഴനി പോലെ തന്നെയാണ് കേരള പഴനി എന്ന് അറിയപ്പെടുന്നത്. വെറുതെ അല്ലാന്ന് എനിക്ക് തോന്നി. കാരണം ചേട്ടൻ പറഞ്ഞു മറ്റേ വഴി കൂടെ സ്റ്റെപ്പ് കയറാനുള്ള വഴി കൂടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, വലിയ പത്രാസ് പറഞ്ഞു വേണ്ട, നമുക്ക് സ്റ്റെപ്പ് കയറാൻ ചേട്ടാന്ന്. ഇതിപ്പോൾ മറ്റേ ഷാരൂഖ് ഖാൻ പറഞ്ഞ പോലെ വെർ ഈസ് ദ ടെമ്പിൾ എന്ന് പറഞ്ഞ പോലെയാണ് എൻ്റെ അവസ്ഥ. കാരണം കുറച്ച് കയറുമ്പോഴേക്കും എനിക്ക് മതിയായി, സത്യം പറയാലോ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഇറങ്ങണ വീഡിയോ ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടത്, സോറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കയറുമ്പോൾ എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല. അപ്പോൾ അതേ മോള് കയറി ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. മോളൊക്കെ വേഗം സ്പീഡിൽ എന്താ പറയുക, സിമ്പിൾ കാര്യങ്ങളാണെന്നുള്ള രീതിയിൽ കയറുന്നുണ്ട്. പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ചേട്ടനും മക്കളൊക്കെ ആദ്യം ഓടി കയറി, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പതുക്കെ ഓരോ സ്റ്റെപ്പ് വെച്ച് കയറണം. എനിക്കപ്പോൾ ഏറ്റവും നല്ലൊരു അനുഗ്രഹം, മുരുകൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചേച്ചി വന്നിട്ട് എന്നോട്, ഞാൻ പല അമ്പലത്തിൽ പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാറുണ്ടല്ലോ, അത് ആദ്യമായിട്ടാണ് ഒരു ചേച്ചി എന്നോട് പറഞ്ഞത്, മോളെ ചേച്ചിയുടെ ഫോട്ടോ ഒന്ന് എടുത്ത് തരും, ഞാൻ തല മുണ്ടനം ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന്. എനിക്കത് വളരെ അനുഗ്രഹമായിട്ട് തോന്നി കേട്ടോ. മുരുകൻ്റെ ഒരു അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെ എത്രയും അമ്പലത്തിൽ പോയാണെങ്കിൽ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചേച്ചി എന്നോട് വന്ന് ചോദിക്കുന്നത് കേട്ടോ. ഞാൻ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ചേച്ചിനെ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് ചേച്ചിക്ക് കാണിച്ചു കൊടുത്തോളാം ചേച്ചിയുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയും പിടിക്കേണ്ട, അതിൻ്റെ കൂടെ കയറി പോയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അത്യാവശ്യം നമ്മുടെ ഇപ്പോൾ പഴയ പോലെ തന്നെ നല്ല സ്റ്റെപ്പുകളുണ്ട്. ആന വഴി പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് സമ്മതിക്കാൻ. അങ്ങനെ ഞങ്ങൾ വെറിച്ച ടെമ്പിൾ എന്ന് ചോദിച്ച അവസാനം ടെമ്പിളിൻ്റെ അവിടെ എത്തി അവിടെ മുകളിൽ കാണുന്ന വ്യൂ ആണ്, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മൾ ആന വഴി കൂടെ വന്നാലൊന്നും ഇത്രയും ഭംഗിയുള്ള ഒരു വ്യൂ കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞങ്ങളവിടെ ചെന്നതേ ചേട്ടൻ കൗണ്ടറിൽ പ്രസാദത്തിന് ചീട്ടെടുക്കാൻ നിന്നു. അപ്പോൾ ആൾക്കാർ ഇതേപോലെ വരുന്നുണ്ട്, പോകുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ തലമുണ്ടനം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പഴനി പോലെ തന്നെയാണ് ഇത് കണ്ട, നല്ല രസമുണ്ട്. എന്ത് ഭംഗിയുള്ള പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയിലെല്ലാം അതെ, നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരള പണി എന്ന് വെറുതെ അല്ല പറയുന്നത്, എനിക്കിപ്പോൾ മനസ്സിലായി. ഞങ്ങളിപ്പോൾ അമ്പലത്തിൽ തൊഴുതു. അമ്പലമൊക്കെ വളരെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ പോവാത്തവരാണെങ്കിൽ പോകണം കേട്ടോ. നീ മറക്കരുത്. ചോച്ചരിക്കുന്നാണ് അമ്പലം. അപ്പോൾ പോവാത്തവരാണെങ്കിൽ നമ്മുടെ മുരുകൻ്റെ അമ്പലത്തിൽ, അതായത് പഴനിക്ക് പോകാൻ പറ്റാത്തവർ ഇവിടെ വന്ന് തലമുണ്ടനം ചെയ്യുന്നതാണ് ഐതിഹ്യം. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ കാവടി എടുത്ത് ആൾക്കാരൊക്കെ കുറേ കാവടി എടുക്കാൻ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഴനിയുടെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുക, അതേപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായതുകൊണ്ട് അതേപോലെ നല്ല പരിസരമൊക്കെ നല്ല ഭംഗിയിൽ ശുശ്രൂഷിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ വരുന്നവർ മുഴുവൻ വേസ്റ്റ് ഇടാണ്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മലയാളീസിലാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കലൊക്കെ ഇട്ടത്. പക്ഷേ അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അമ്പലം. മറ്റേ മഴയൊക്കെ പെയ്യുന്ന സമയത്താണ് ഇവിടെ വരാൻ ഏറ്റവും സൂപ്പർ. അതായത് ചില കുട്ടി റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ആ കുട്ടി ഇങ്ങനെ കിടന്ന്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആ കുട്ടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി വീഡിയോ എടുക്കണമെന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ട് എൻ്റെ ഇടയിൽ കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അമ്പലത്തിൽ നിന്ന് മറ്റേ ചുരനിര പോകാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഞങ്ങൾ മുരുകൻ്റെ അവിടേക്ക് എത്തി. അപ്പോൾ അതെ മോളെ ഇറങ്ങി ഓടണ സ്ഥിതിയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞ ചേച്ചി ഈ ചേച്ചിയാണ്. ഈ ചേച്ചിനെ ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ ഈ ചേച്ചിക്ക് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തോളൂ കേട്ടോ. ചേച്ചിയുടെ ഫോട്ടോ ഞാൻ അപ്പോൾ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ ഇതുവരെ ഡിലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചോച്ചേരിക്കുന്ന് അമ്പലം, കേരള പഴനി എന്നറിയപ്പെടുന്ന അമ്പലം. നല്ലൊരു അടിപൊളി അമ്പലമാണ്. ഞാൻ അപ്പോൾ എൻ്റെ അവിടെ നിന്നിട്ട് ഒരു ഫോട്ടോയൊക്കെ എൻ്റെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി കേട്ടോ. നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കേരള പഴനി എന്ന് പറയുന്ന പോലത്തെയല്ല, പഴനി പോലെ തന്നെയാണ് കേട്ടോ. പഴനി പോലെ തന്നെയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്തോളൂ.